5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് അവർ പെട്ടെന്ന് അവർ 2-3 മിനിറ്റ് കൊണ്ട് അവരെന്താണ് അവരുടെ ലക്ഷ്യം എന്തെന്ന് എൻ്റെ കൂടുതലാണ് ഡിസിനാണ്. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ പെരുന്നാൾ അവസരത്തിൽ ഞങ്ങളുടെ മുസ്ലിനെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാൻ അവസരം തന്ന അരുണാച്ചന് നിങ്ങളെല്ലാം പ്രിയപ്പെട്ട അരുണാച്ചന് ഒരുപാട് സന്തോഷത്തോടുകൂടി നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ പരിചയപ്പെടുത്തിയ ഒരാളാണ് ഈ വീഡിയോ എടുക്കുന്ന ആൾ, ഇവിടുത്തെ ചങ്ങളംകാരനാണ്, ജെറെന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയത് വയനാട് നട്ടോ ഒരു സൈക്കിൾ കൊണ്ടുണ്ടാക്കിയൊരു സൈക്കിൾ ക്യാരവനിൽ, അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ ക്യാരവനാണ്. അപ്പോൾ അതിനകത്ത് ബെഡ്റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കാശ്മീരിലേക്ക് ഒരു യാത്രയാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2021 ഡിസംബർ 10 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 2 വർഷം 4 മാസമായി. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്ന കാസർഗോഡ് നിന്ന് ഇവിടം വരെ എത്തിയതുള്ളൂ, 10 ജില്ലയായതുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഉദ്ദേശം അച്ഛൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് വിസ്തരിച്ച് പറഞ്ഞു. നമ്മൾ ജീവിച്ചിരിക്കാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ വഴിയാണ് ഈ യാത്രയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വപ്നമായ ഒരു വീട്. ഇപ്പോൾ എല്ലാവരുടെയും സ്വപ്നമാണ് വീട് എന്ന് പറഞ്ഞത്. ഭിന്നശേഷിക്കാർക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു വീട് വെക്കുക എന്നുള്ളത് എന്താ പറയുക, നമ്മളെപ്പോലുള്ള ആൾക്കാരെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രൊജക്റ്റായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് സ്ഥലവും വീടും ചെറിയൊരു തൊഴിലും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒറ്റ കോമ്പൗണ്ടിനുള്ളിൽ ചെയ്തു തീർക്കാണ്. ഇപ്പോൾ ഞങ്ങൾ വയനാട് നിന്നിറങ്ങി 10 ജില്ല താണ്ടി ഇവിടെ എത്തിയപ്പോഴത്തേക്കും വയനാട് 22 സെൻറ്റ് സ്ഥലം വാങ്ങാനും അവിടെ ഒരു 5 വീടിൻ്റെ തറയുടെ പണി ആരംഭിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ചോദിക്കുന്ന എല്ലാവരും കുറഞ്ഞത് 1 രൂപയാണ്. കുറഞ്ഞത് 1 രൂപ എന്നുള്ള ആശയം ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ഈ യാത്ര കഴിയുമ്പോഴത്തേനും ആ കുറച്ച് കുടുംബങ്ങളുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സാധിച്ചു കൊടുക്കുക. നിങ്ങളെപ്പോലുള്ള നിങ്ങൾ കുറച്ച് പേരെങ്കിലും 1-2 പേരെങ്കിലും നമ്മുടെ ആശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ന്യൂസിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം വന്നിട്ടുണ്ട്. ബിഫോറും മധുവിലൊക്കെ നമ്മുടെ ആശയങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ കൂടെ ഈ പെരുന്നാളിന് 2 ദിവസം ഞങ്ങളുണ്ടാവും. ഇന്ന് നാളെ ഞങ്ങളുണ്ടാവും. നമ്മുടെ വണ്ടിയിൽ തന്നെ യാത്ര കുറഞ്ഞത് 5 വീടെങ്കിലും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേനും നമ്മൾ ജീവിച്ചിരുന്നതിൽ ഒരു കുഞ്ഞൊരു അടയാളപ്പെടുത്തലാവും. അപ്പോൾ എന്തായാലും കൂടുതൽ ഞങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ എന്താ പറയുക നല്ലൊരു കൊണ്ട് കളയത്തില്ല. അപ്പോൾ 2 ദിവസം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ പരിപാടികളും ഞങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളെ കാണാൻ വേണ്ടി എല്ലാ ദിവസവും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആരെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരും ഫോൺ എടുത്തിട്ട് മിഷൻ 1 റുപ്പി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ തപ്പി കഴിഞ്ഞാൽ നമ്മുടെ ഇറങ്ങിയ മുതലുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പം പള്ളി പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പം പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും ബാക്കിൽ നമ്മുടെ എന്താ പറയുക ഒരു ചടങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അളിയൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. എന്തിനും ഏതിനും എപ്പോഴും ഓൾവേസ് ഞങ്ങളുടെ സപ്പോർട്ടുള്ള നമ്മുടെ ജെറിനളിയൻ. അതുപോലെ തന്നെ ഞങ്ങളിപ്പം ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പരിപ്പ് എന്നുള്ള പരിപ്പ് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ടൗണിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു രക്ഷയില്ല ആൾക്കാരൊക്കെ നമുക്ക് വെള്ളം കുടിപ്പിച്ച് നമ്മളിതാ ഒരുപാട് ക്ലാസ് ഉണ്ട് വെള്ളം. അപ്പോൾ അത്രയും സപ്പോർട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പിന്നെ ഇത് തുടങ്ങി, പിന്നെ ബാൻഡ് സെറ്റ് തുടങ്ങി. ഇനിയിപ്പോൾ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ജില്ലകൾ കടന്ന് ഇത് 10ാമത്തെ ജില്ലയിൽ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. അവരെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അവർ നോക്കിയിട്ടല്ലേ നമ്മൾ വിളിക്കേണ്ടത്? നീ ഔസേപിതാവാണ്, നീ മാതാവാണ്, നീ സെബസ്ത്യാനോസാണ്. കാരണം നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു നന്മ, ഒരു ചെറിയ നന്മ, ഒരുപാട് ചെയ്യാൻ നമുക്ക് കഴിയില്ല, ചെറിയ ജീവിതമാണ്. പക്ഷെ ആ ഒരു നന്മ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോ ഒരു കുടുംബത്തിന് ഇപ്പൊ 5 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുക. 5 കുടുംബങ്ങൾക്ക് ഒരു മേൽക്കൂര. ഇവരെയൊക്കെയല്ലേ നമ്മൾ വിശുദ്ധ ജന്മങ്ങളായി കാണേണ്ടത്. അപ്പൊ ഈ വിശുദ്ധര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് കടന്നുപോയവരല്ല സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലും ഉണ്ട്.
നിങ്ങളുടെ കുടുംബങ്ങളിൽ ചില സന്തോഷങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഹലോ ഗൈസ്, താങ്ക് യു. നമ്മുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഹായ്, അപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ പെരുന്നാളിലാണ് 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ശനി, ഇന്ന് ഞായറാഴ്ച പെരുന്നാളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയൊരു പ്രത്യേകം എന്നറിയോ, അച്ഛൻ്റെ വലിയൊരു സപ്പോർട്ട് കൊണ്ട് നമുക്ക് അവിടെ പള്ളിയിൽ മൈക്കിൽ വെച്ചിട്ട് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ. സാമ്പത്തികമായിട്ടും എന്താ പറയുക, ഞങ്ങൾ വന്ന് പരിചയപ്പെടാനും എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്തു. ഭക്ഷണവും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ വേറെ പ്രത്യേകത ഉണ്ടോ, ഇത് നിറച്ച പൈസയാണ്. ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് കിട്ടിയ പൈസ ആയിരിക്കല്ലേ. അപ്പോൾ എന്തായാലും അച്ഛൻ നമ്മുടെ മിഷന് വേണ്ടിയിട്ട് ആ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ സംഭാവനയായിട്ട് അച്ഛൻ നമുക്ക് തരികയാണ് കേട്ടോ. അച്ഛാ ഒരുപാട് സന്തോഷം. ഇത് പ്രത്യേകത തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് കിട്ടിയത് ഇതേപോലെ ഒരു എവിടെയെങ്കിലും കളക്ഷൻ കിട്ടില്ല, ഒരിക്കലും പള്ളിയിൽ നിന്ന് കളക്ഷൻ എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന അച്ഛനാണ്. സന്തോഷം. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ ജെറിൻ. അതെ, ഈ ജെറിൻബ്രോയാണ് ഇതിന്റെ എല്ലാത്തിനും കാരണം. കുറെ വീഡിയോയിലുണ്ട്, അച്ഛനെ പരിചയപ്പെടുത്തി തന്ന ജെറിൻബ്രോ തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലെ വലിയൊരു സപ്പോർട്ട് ഒത്തിരി നന്ദി.